വിജയകുമാർ ഒരുപക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്തത്ര സംഭാവനകൾ നൽകിയാണ് എം ഡി എന്ന എഴുത്തുകാരൻ കടന്നു പോകുന്നത്. എഴുത്തുകാരനപ്പുറം അദ്ദേഹത്തിന് മലയാളിക്ക് സമ്മാനിക്കാൻ കഴിയുന്ന നമ്മുടെ ഭാഷയ്ക്ക് സമ്മാനിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടാണ് എം ഡി യാത്രയായത്. എസ്കെൻ നേരത്തെ ശ്രീ കെ ജയകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തോടൊപ്പം ആ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയ ഭാഗ്യമെന്ന് പലരും പറയുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പലരുടെയും കുറിപ്പ് നോക്കുമ്പോൾ അവസാനിക്കുന്നത് എം ഡി ജീവിച്ച സമയത്ത് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം, അതിന് നന്ദി എന്ന് പറഞ്ഞാണ് പലരും ഈ കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എസ്കെൻ അത് സൂചിപ്പിച്ചതുപോലെ എം ഡി സാഹിത്യത്തിൽ മാത്രമല്ല അദ്ദേഹം ഇടപെട്ട മേഖലകളിലൊക്കെ അദ്ദേഹം അതികായ തുല്യമായ സംഭാവനകളാണ് നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, അദ്ദേഹം സാമൂഹ്യ വിമർശനങ്ങൾ അധികമൊന്നും നടത്തിയിട്ടില്ല, പക്ഷേ കുറിക്കുകൊള്ളുന്ന സാമൂഹ്യ വിമർശനങ്ങൾ അത് സംസ്ഥാന സർക്കാരുകളെ, ഭരണ നേതൃത്വങ്ങളെ, രാഷ്ട്രീയ നേതൃത്വങ്ങളെ നിർത്തിപ്പൊരിക്കുന്ന മറ്റുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചൂട് അനുഭവിച്ചിട്ടുള്ള പലരുമുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളടക്കം. അദ്ദേഹം അതിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വൊന്നും ആയിരുന്നില്ല, പക്ഷേ വിഷയങ്ങളോടുള്ള, സാമൂഹ്യ പ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം ആ പെരുമാറ്റങ്ങളിൽ, ആ പ്രതികരണങ്ങളിലാകെ കാണുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും വലിയ ചർച്ചയാവുകയും അതിന്മേൽ വലിയ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കേവലം ഏതെങ്കിലും ഒരു നോട്ട് നിരോധന കാലത്ത് അതിനെപ്പറ്റി അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, തുഗ്ലക്കിൻ്റെ പരിഷ്കാരമെന്ന മട്ടിൽ അദ്ദേഹം നടത്തിയ ആ പരാമർശം, നോട്ട് നിരോധനത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം, ഒരു പൊതുവേദിയിൽ പറഞ്ഞ വിമർശനം, അതിനോട് പിന്നെ പലരും സഹിഷ്ണുതയോടെയും അസഹിഷ്ണുതയോടൊക്കെ അതിനോട് മറുപടി പറഞ്ഞതൊക്കെ വളരെ ദിവസങ്ങളോളം കേരളത്തിൽ ചർച്ചയായിരുന്നു. ആ നിലയിൽ ആരോഗ്യപരമായ വിമർശനങ്ങൾ, സതുദ്ദേശത്തോടെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഭരണ നേതൃത്വത്തിനെതിരെ, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ പല ഘട്ടങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സർഗ സൃഷ്ടിയും ഒക്കെയായി അദ്ദേഹം വളരെ സജീവമായി നിൽക്കുമ്പോഴും ചുറ്റുപാടുകളിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അത് പൊതുവേദിയിലായിരിക്കാം, എഴുത്തിലൂടെ ആയിരിക്കാം, സിനിമകളിലൂടെയൊക്കെ ആയിരിക്കാം ആ പ്രതികരണങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനോട് എങ്ങനെയാണ് തിരിച്ച് പലരും മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നതൊക്കെ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ സാനുമാഷ് അത്തരത്തിൽ എം ഡിയുമായി ആശയപരമായി യോജിപ്പും വിയോജിപ്പും ഉണ്ടായിരുന്ന മേഖലകളെപ്പറ്റി പറയുകയായിരുന്നു. അവർ തമ്മിൽ പല ഘട്ടങ്ങളിലും ആ നിലയിൽ ആശയപരമായ യോജിപ്പുകൾ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ഒക്കെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ്. സാനുമാഷ് അത് ഓർക്കുകയായിരുന്നു. അങ്ങനെ ആ നിലയിലുള്ള അനുഭവങ്ങൾ, ആ നിലയിലുള്ള സൗഹൃദങ്ങളൊക്കെ ഇപ്പോൾ സാനുമാഷ് ഉണ്ടായിരുന്നു, അതുപോലെ മറ്റു പലർക്കും ഉണ്ടായിരുന്നു. എം ഡിയുടെ കൃതികളെപ്പറ്റി, എം ഡിയുടെ പുസ്തകങ്ങളെപ്പറ്റി, എം ഡിയുടെ ചെറുകഥകളെപ്പറ്റിയൊക്കെയുള്ള വിമർശനാത്മകമായ വിലയിരുത്തൽ നേരത്തെ KR ഗോപികൃഷ്ണൻ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്നതിനെപ്പറ്റിയൊക്കെ വലിയ സാഹിത്യ സംവാദങ്ങൾ, ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എം ഡി അതിന് പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ ചെറിയ ലോകത്ത് നിന്ന് എഴുതുകയാണ്, കൂടല്ലൂരിൽ നിന്ന് കിട്ടിയ കഥാപാത്രങ്ങളെയാണ് ഞാൻ എൻ്റെ പുസ്തകങ്ങളിൽ എഴുതിയത് എന്ന് അദ്ദേഹം അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യപരമായ ഇത്തരം വിമർശനങ്ങളും അത്തരം ചർച്ചകളും എം ഡിയുടെ സാഹിത്യ ലോകത്തും സാംസ്കാരിക ലോകത്തും അദ്ദേഹം പ്രതിദാനം ചേരുന്ന വലിയ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയമല്ല, വലിയ രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിലും ഉണ്ടായിട്ടുണ്ട്. അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. SK. താങ്ക് യു. എസ് വിജയകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ കൂടല്ലൂർ എന്ന ഗ്രാമത്തിൻ്റെ കഥകൾക്ക് പുറത്ത് എം ഡി വരച്ചിട്ട കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം ഈ ചിത്രങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യും. എം ഡി എന്ന എഴുത്തുകാരൻ കൈവെക്കാത്ത മേഖലകൾക്കപ്പുറം അദ്ദേഹം മലയാളത്തിൻ്റെ സുഹൃതമായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള കുറേ കഥകളും അതേപോലെ സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു സുഹൃതം എന്ന സിനിമ. തൻ്റെ മരണത്തിന് താൻ തന്നെ സാക്ഷിയാകുന്ന ഒരുപാട് രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃതം എന്ന ചിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹരികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് വിവക്ഷിക്കപ്പെടുന്നത്. ഈ അസുഖങ്ങളുണ്ടാവുക, അദ്ദേഹം പുറപ്പെട്ടു പോകുന്നു എന്ന് തോന്നലുണ്ടാക്കുക, അത്ഭുതകരമായി മടങ്ങി വരിക, ഇത് എം ഡിയുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗനില വഷളാകുന്നു, അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചു, തുടർന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ എം ഡി പിന്നെയും ആ വിസ്മയം കാട്ടാൻ പോകുന്നു എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. അങ്ങനെ അദ്ദേഹം മരുന്നിനോട് പ്രതികരിക്കുകയും ചെയ്തു.